സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയൊക്കെയാണ് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഇലക്ട്രോളിസിസ് എന്താണെന്ന്. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇലക്ട്രോളിസിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ബൈ ദി പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ട് കടന്നു പോകുമ്പോൾ ഇലക്ട്രോലൈറ്റിന് ഡീകമ്പോസിഷൻ സംഭവിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തിവിടുന്ന മെറ്റീരിയൽസ് ആണ് അല്ലേ ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു? ഡീകമ്പോസിഷൻ, വിഘടനം. വിഘടനം എന്ന് പറഞ്ഞാൽ അപ്പം അതിലുള്ള കമ്പോണൻറ്റുകളായിട്ട് അത് വിഘടിക്കുന്നു. ആ ഡീകമ്പോസിഷനെ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. അപ്പോൾ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു കെമിക്കൽ ചേഞ്ചാണ്, അവിടെ ഒരു രാസമാറ്റമാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ആ കെമിക്കൽ ചേഞ്ച് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കെമിക്കൽ ചേഞ്ച് ഇൻവോൾവ്സ് ദി സബ്സ്റ്റൻസസ് ലോസ് ഓർ ഗെയിൻസ് ആൻ ഇലക്ട്രോൺ. അവിടെ സംഭവിക്കുന്ന കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന കെമിക്കൽ ചേഞ്ചാണ്. അതായത് ഇലക്ട്രോലൈറ്റിന് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇലക്ട്രോണിനെ നഷ്ടപ്പെടാം, ഗെയിൻ ചെയ്യാം, നേടാം. ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക, ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നേടാം. അപ്പോൾ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യുന്ന കെമിക്കൽ ചേഞ്ചാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആയോ? അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നും റിഡക്ഷൻ എന്നും വിളിക്കും. ക്ലിയർ ആയാൽ അപ്പോൾ എന്താണ് ഇലക്ട്രോളിസിസ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റിന് ഡീകമ്പോസിഷൻ സംഭവിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. അതായത് അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നു. എന്താണ് അവിടെ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യുന്ന കെമിക്കൽ ചേഞ്ചാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി സാധാരണ ഈ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് വെച്ചിട്ടാണ് ചെയ്യുക. ആ ഇലക്ട്രോലൈറ്റിക് സെല്ലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദ പ്രോസസ് ക്യാരിഡ് ഔട്ട് ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ. An apparatus consists of positive and negative electrodes held apart and dipped into a solution containing positively and negatively charged ions. എന്താണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് അതേപോലെ ഒരു നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡുകൾ ഉണ്ടാവും. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡുകളും ഉണ്ടാവും. അതൊരു നിശ്ചിത ദൂരത്തിൽ വെച്ചിട്ട് അതിൻ്റെ തന്നെ അയോൺസ് ഉള്ള സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കും. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് ആ അയോൺസിൽ ഡിപ്പ് ചെയ്യും. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ളത് ആ അയോണിൽ തന്നെ മുക്കി വയ്ക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഇലക്ട്രോലൈറ്റിക് സെല്ല്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഇലക്ട്രോളിസിസ് നടത്തുന്നത്. ക്ലിയർ ആയോ? ഇനി അപ്പോൾ 2 ഇലക്ട്രോഡ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ് ആ 2 ഇലക്ട്രോഡ് എന്ന് പറയാണ്? പോസിറ്റീവ് സൈഡിലുള്ള ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ദ ആനോഡ് ഈസ് യൂഷ്വലി ദി പോസിറ്റീവ് സൈഡ്. എ കാഥോഡ് ഈസ് എ നെഗറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡിലുള്ള ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. മനസ്സിലായോ? സാധാരണ ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ റിഡക്ഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി കാഥോഡ്. കാഥോഡിലാണ് എന്ത് സംഭവിക്കുന്നത്? റിഡക്ഷൻ സംഭവിക്കുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. ഇലക്ട്രോൺസിനെ നേടുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സ്വീകരിക്കുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. അത് സാധാരണ സംഭവിക്കുന്നത് കാഥോഡിലാണ്. റിഡക്ഷൻ എവിടെയാണ് സംഭവിക്കുക? കാഥോഡിലാണ് സംഭവിക്കുക. ഓക്സിഡേഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി ആനോഡ്. ആനോഡിൽ എന്ത് റിയാക്ഷനാണ് നടക്കുക? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്ന പ്രോസസ്സ് ഓക്സിഡേഷനും ഇലക്ട്രോണിനെ നേടുന്ന പ്രോസസ്സ്, സ്വീകരിക്കുന്ന പ്രോസസ്സ് റിഡക്ഷനുമാണ്. റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്, ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്.
ക്ലിയർ ആയോ? ഇനി ഞാൻ പറഞ്ഞു കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡിലുള്ള ഇലക്ട്രോഡ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ നെഗറ്റീവ് സൈഡിലുള്ള ഇലക്ട്രോഡ് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് മൂവ് ചെയ്യുക. ഓപ്പോസിറ്റ് ചാർജ് ഉള്ളതായിരിക്കും അട്രാക്ട് ചെയ്യുക. അപ്പോൾ കാഥോഡ് നെഗറ്റീവ് സൈഡിലാണുള്ളത്, അവിടേക്ക് ഏത് അയോൺസ് ആണ് വരിക? പോസിറ്റീവ് ചാർജുള്ള അയോൺസ്. പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ വിളിക്കുന്ന പേര് കാറ്റയോൺസ് എന്നാണ്. എന്താണ്? കാറ്റയോൺസ്. അതാണ് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ദ പോസിറ്റീവ് അയോൺസ്, ദാറ്റ് ഈസ് കാറ്റയോൺസ്, മൂവ് ടുവേർഡ്സ് കാഥോഡ്. കാഥോഡ് നെഗറ്റീവ് സൈഡിലുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് എന്തിലേക്ക് മൂവ് ചെയ്യുന്നു? നെഗറ്റീവിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവിൻ്റെ കേസിൽ. ദ നെഗറ്റീവ് അയോൺസ്, അതിനെ വിളിക്കുന്ന പേര് ആനയോൺസ് എന്നാണ്. നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ വിളിക്കുന്ന പേര് ആനയോൺസ് എന്നാണ്. ദ നെഗറ്റീവ് അയോൺസ് മൂവ് ടുവേർഡ്സ് ആനോഡ്. നെഗറ്റീവ് അയോൺസ് എവിടേക്കാണ് മൂവ് ചെയ്യുക? ആനോഡിലേക്കാണ് മൂവ് ചെയ്യുക. കാരണം ആനോഡ് പോസിറ്റീവ് സൈഡിലുള്ളതാണ്. അപ്പം നെഗറ്റീവ് അയോൺസ് ആനോഡിലേക്കും മൂവ് ചെയ്യുന്നു എന്നാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോളിസിസിനെ പറ്റി അറിയേണ്ടത്. എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു. ഇലക്ട്രോളിസിസിൽ രണ്ട് കെമിക്കൽ ചേഞ്ചുകൾ സംഭവിക്കുന്നു. ഒന്നുകിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രോസസ്സ് ഓക്സിഡേഷനാണ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ ആണ്. പിന്നെ രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും, കാഥോഡും ആനോഡും. കാഥോഡ് നെഗറ്റീവ് സൈഡാണ്, ആനോഡ് പോസിറ്റീവ് സൈഡിലുള്ളതാണ്. അപ്പോൾ കാഥോഡ് നെഗറ്റീവ് സൈഡിലുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് പോസിറ്റീവ് അയോൺസ് ആണ് വരിക. ആനോഡിലേക്ക് നെഗറ്റീവ് അയോൺസ് ആണ് വരിക. കാരണം ആനോഡ് ഇരിക്കുന്നത് എവിടെയാണ്? പോസിറ്റീവ് സൈഡിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്. ഉരുകിയ NaClൻ്റെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ എന്തൊക്കെ സംഭവിക്കും? മോൾട്ടൻ എന്ന് പറഞ്ഞാൽ ഉരുകിയ NaCl ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് ടു ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോഡിലേക്ക്, ആ രണ്ട് ഇലക്ട്രോഡുകളിലേക്കും അയോൺസിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നതാണ് ശരിക്കും ഇലക്ട്രോളിസിസിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ NaClനെ സോളിഡ് ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ, സോളിഡ് ഫോമിലുള്ള NaCl എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഇലക്ട്രോളിസിസ് ഒന്നും സംഭവിക്കില്ല. അതാണ് ആ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത്. സോളിഡ് സ്റ്റേറ്റ് ഡസ് നോട്ട് അലൗ ദി മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് ആൻഡ് അൺസ്യൂട്ടബിൾ ഫോർ ഇലക്ട്രോളിസിസ്. സോളിഡ് സ്റ്റേറ്റിലുള്ള, അതായത് ഖരരൂപത്തിലുള്ള NaCl എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോളിസിസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെൻ മെൽറ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, നമ്മൾ അതിനെ നല്ലോണം ടെമ്പറേച്ചർ കൊടുത്തിട്ട് അതിനെ ഉരുക്കും, മെൽറ്റ് ചെയ്യും. അതിനാണ് മോൾട്ടൻ എന്ന് പറയാം. അങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഡീകമ്പോസിഷൻ സംഭവിക്കും, അല്ലെങ്കിൽ അവിടെ ഇലക്ട്രോളിസിസ് നടക്കും. സോഡിയം ക്ലോറൈഡ് സെപ്പറേറ്റ്സ് ഇൻ ടു സോഡിയം ആൻഡ് ക്ലോറൈഡ് അയോൺസ് സോ ദാറ്റ് ഇലക്ട്രോളിസിസ് ക്യാൻ ടേക്ക് പ്ലേസ് ടു ഫോം സോഡിയം ആൻഡ് ക്ലോറിൻ ഗ്യാസ്. അങ്ങനെയുള്ള അവസ്ഥയിൽ, ആ ഉരുകിയ അവസ്ഥയിൽ നമുക്ക് ഇലക്ട്രോളിസിസ് നടത്താൻ പറ്റും. അങ്ങനെ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് സോഡിയവും ക്ലോറിനുമായിട്ട് മാറും. ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ സോഡിയവും ക്ലോറിനുമായിട്ട് മാറും. NaCl, സോഡിയം ക്ലോറൈഡ് എന്തൊക്കെയായിട്ട് മാറും? Na+ഉം Cl- മാറും എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ എഴുതി വയ്ക്കാം. ഇനി ഞാൻ പറഞ്ഞു കാഥോഡും ഉണ്ടാവും ആനോഡും ഉണ്ടാവും. കാഥോഡിൽ സാധാരണ റിഡക്ഷനാണ് സംഭവിക്കുക, ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പം നിങ്ങൾ മെയിനായിട്ട് അറ്റ് കാഥോഡ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ റിഡക്ഷൻ, കാരണം അവിടെ റിഡക്ഷനാണ് എപ്പോഴും സംഭവിക്കുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. അറ്റ് കാഥോഡിൽ എന്ത് റിയാക്ഷനാണ് നടക്കുക? കാഥോഡിൽ നടക്കുന്നത് Na+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Na ആയിട്ട് മാറും. അതിൻ്റെ ചാർജ് പോവും. Na+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Na ആയിട്ട് മാറും, സോഡിയവുമായിട്ട് മാറും. ഇനി ആനോഡിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സാധാരണ ഓക്സിഡേഷനാണ് സംഭവിക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുന്ന പ്രോസസ്സാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? C2Cl- Cl2+2 ഇലക്ട്രോൺ ആയിട്ട് മാറും. അതായത് അവിടുത്തെ ക്ലോറിൻ എന്തായിട്ട് മാറും? ക്ലോറിൻ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് അത് മാറും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ റിയാക്ഷൻ മാത്രം പഠിച്ചിട്ട് എഴുതിയാലും നിങ്ങൾക്ക് ഇതിന് മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തത് ഇലക്ട്രോളിസിസ് ഓഫ്
അക്വസ് സോഡിയം ക്ലോറൈഡ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഉരുകിയ അവസ്ഥയിൽ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ എന്തൊക്കെ മാറ്റം വരുമെന്ന് നമ്മൾ കണ്ടു. ഇനി അക്വസ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ സോഡിയം ക്ലോറൈഡ് ലയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോളിസിസ് ചെയ്താൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോഡിയം ക്ലോറൈഡ് ഈസ് ഡിസോസിയേറ്റഡ് ആൻഡ് എക്സിസ്റ്റ് ആസ് സോഡിയം ആൻഡ് ക്ലോറൈഡ് അയോൺ ഇൻ അക്വസ് സൊല്യൂഷൻ. നമ്മൾ അക്വസ് സൊല്യൂഷൻ വെള്ളത്തിൽ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തൊക്കെയായിട്ട് മാറും? സോഡിയവും ക്ലോറൈഡ് അയോൺസും ആയിട്ട് മാറും. ഇനി അങ്ങനെയുള്ള സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് ഈസിയർ ഇൻ അക്വസ് സൊല്യൂഷൻ. അവിടെ വളരെ ഈസി ആയിട്ട് ഇലക്ട്രോളിസിസ് നടത്താൻ പറ്റും. ബട്ട് വാട്ടർ ഇറ്റ്സെൽഫ് ക്യാൻ അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് അറ്റ് ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽസ്. അവിടെ എന്താണ് ഒരു വ്യത്യാസം സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്ടറും കൂടി എന്തിൽ പങ്കെടുക്കും? ഇലക്ട്രോളിസിസിൽ പങ്കെടുക്കും. മോൾട്ടൺ NaCl അവിടെ NaCl മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അക്വസിൽ വെള്ളവും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാട്ടറിനും എന്ത് മാറ്റങ്ങൾ സംഭവിക്കും? ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കും. അപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടുക എന്താണ്? സോ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ഈസ് നോട്ട് സോഡിയം ആൻഡ് ക്ലോറൈഡ് അയോൺസ് അലോൺ ബട്ട് ഇറ്റ് മേ ഇൻവോൾവ് ദി വാട്ടർ മോളിക്യൂൾ ആൾസോ. നേരത്തെ നമുക്ക് സോഡിയം ക്ലോറൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മോൾട്ടൺ NaCl ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോഡിയവും ക്ലോറിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ആരും കൂടി വരുന്നുണ്ട്? വാട്ടറിൻ്റെ കമ്പോണൻസും കൂടി വരുന്നുണ്ട്. അതായത് H2O gives H++ OH- ആ കമ്പോണൻറ്റ് കൂടി വരുന്നുണ്ട്. അതേപോലെ NaCl ഉണ്ടാവും, Na+ഉം Cl- ഉണ്ടാവും. ഇനി അവിടുത്തെ റിയാക്ഷനും നോക്കണം. കാഥോഡിൽ എപ്പോഴും റിഡക്ഷനാണ് സംഭവിക്കുക, ആനോഡിൽ ഓക്സിഡേഷനാണ് സംഭവിക്കുക. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? H+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് H ആയിട്ട് മാറും. ഇങ്ങനെ ഉണ്ടാവുന്ന എച്ചുകൾ കൂടി ചേർന്നിട്ട് ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് മാറും. 2 H കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? H2 മോളിക്യൂളായിട്ട് മാറുന്നു. അപ്പോൾ കാഥോഡിൽ നമുക്ക് എന്താ കിട്ടുക? ഹൈഡ്രജനെയാണ് കിട്ടുക. റിഡക്ഷൻ സംഭവിക്കുന്നു. കാഥോഡിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഹൈഡ്രജൻ കിട്ടുന്നു. ആനോഡിൽ എന്ത് സംഭവിക്കുന്നു? ആനോഡിൽ Cl- ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് Cl ആയിട്ട് മാറുന്നു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു. അവിടെയുള്ള ഒരു Cl-ഉം വേറൊരു Cl-ഉം കൂടി ചേർന്നിട്ട് അത് Cl2 ആയിട്ട് മാറുന്നു. അപ്പോൾ കാഥോഡിൽ നമുക്ക് ഹൈഡ്രജൻ കിട്ടും, ആനോഡിൽ നമുക്ക് ക്ലോറിൻ കിട്ടും. ഇവിടെ വാട്ടറും കൂടി ഉള്ളതുകൊണ്ടാണ് കാഥോഡിൽ നമുക്ക് എന്ത് കിട്ടിയത്? ഹൈഡ്രജൻ കിട്ടിയത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നോട്ട് ചെയ്യണം. ഇതാണ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl-ഉം ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl-ഉം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്